ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു വലിയ വാർത്തയുണ്ട്. പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് മക്ക സംയുക്ത പ്രതിരോധ കരാർ അഥവാ ഒരു പുതിയ ഇസ്ലാമിക നാറ്റോ രൂപീകരിച്ചിരുന്നു. ഈ കൂട്ടായ്മയിലേക്ക് ബംഗ്ലാദേശും ചേരാൻ പോകുന്നു എന്ന വാർത്ത വന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. നാറ്റോ പോലെ അംഗരാജ്യങ്ങളിൽ ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ എല്ലാവരും ഒപ്പമുണ്ടാകും എന്നാണ് ഇതിന്റെ നിയമം. ഇതൊക്കെ കണ്ടിട്ട് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്, നാളെ പാകിസ്ഥാനുമായി എന്തെങ്കിലും ഒരു യുദ്ധമുണ്ടായാൽ ഈ പുതിയ സഖ്യവും കൂട്ടി ബംഗ്ലാദേശും ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കുമോ എന്ന്. ഇന്ത്യയെ 3 ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലയിടങ്ങളിൽ വലിയ ചർച്ചകളാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഇന്ത്യയെ തൊടുക എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു അബദ്ധമല്ല, മറിച്ച് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയെ ആക്രമിച്ചാൽ ആ പതനം ഉറപ്പാണെന്ന് നമ്മൾ പറയുന്നത്? എന്താണ് ഈ പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം എന്താണ് ഈ മക്ക സംയുക്ത പ്രതിരോധ കരാർ എന്ന് നോക്കാം. പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ പ്രാദേശിക സുരക്ഷയ്ക്കായി ഉണ്ടാക്കിയ ഒരു തന്ത്രപരമായ നീക്കമാണിത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ പോലെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. അതായത് സഖ്യത്തിലെ ഒരു രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ അതെല്ലാവർക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കും. ഈ കൂട്ടായ്മയിലേക്ക് ബംഗ്ലാദേശും വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലോടെ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ മുഖം ഇപ്പോൾ മാറിയിട്ടുണ്ട്. പാകിസ്ഥാനുമായി സൗഹൃദം കൂടാനും ഇന്ത്യയെ അല്പം അകറ്റി നിർത്താനുമുള്ള ചില ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നയതന്ത്രപരമായി സൗഹൃദം സ്ഥാപിക്കുന്നതും ഇന്ത്യയുമായി നേരിട്ടൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ചില അയൽക്കാരുടെ വലിയൊരു അബദ്ധം. മാപ്പ് ഒന്ന് എടുത്തു നോക്കിയാൽ അറിയാം ബംഗ്ലാദേശ് എവിടെയാണ് കിടക്കുന്നത് എന്ന്. ബംഗ്ലാദേശിന്റെ 3 വശവും ചുറ്റി നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ മണ്ണുമാണ്. അതായത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും വിഡിത്തം കാണിക്കാൻ ബംഗ്ലാദേശ് തുനിഞ്ഞാൽ ചുറ്റുമുള്ള 3 ഭാഗത്തു നിന്നും ഇന്ത്യൻ ആർമി അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വെറും മിനിറ്റുകൾ മതി. പാകിസ്ഥാൻ എവിടെയോ കിടക്കുന്നു, ബംഗ്ലാദേശ് എവിടെയോ കിടക്കുന്നു. പേപ്പറിൽ ഒപ്പുവെച്ചതുകൊണ്ട് മാത്രം യുദ്ധക്കളത്തിൽ ജയിക്കാൻ പറ്റില്ലല്ലോ. ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ നോക്കൂ. അവർക്ക് ആവശ്യമായ വൈദ്യുതി, ഇന്ധനം, മറ്റാവശ്യ സാധനങ്ങൾ ഇവയെല്ലാം വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയുമായുള്ള അതിർത്തി വ്യാപാരം നിലച്ചാൽ പിന്നെ ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് പട്ടിണി കിടക്കേണ്ടി വരും. ഒരു സഖ്യത്തിന്റെ പേരിൽ സ്വന്തം രാജ്യത്തെ സാമ്പത്തികമായി തകർത്തെറിയാൻ അവിടുത്തെ ഭരണാധികാരികൾക്ക് ഭ്രാന്തൊന്നുമില്ല. പിന്നെ പാകിസ്ഥാന്റെ അവസ്ഥയോ? സ്വന്തം രാജ്യത്ത് പണത്തിന് വകയില്ലാതെ IMFന്റെ മുന്നിൽ കൈ നീട്ടി നിൽക്കുന്നവരാണ് ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്നത്. ഇവരാണോ നാറ്റോയും ഒക്കെ ഉണ്ടാക്കി ഇന്ത്യയെ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഇനി നമ്മുടെ സൈന്യത്തെ കുറിച്ച് ലോകത്തിന് നന്നായി അറിയാം. ഇന്ത്യ ഒരു രാജ്യത്തെയും ആദ്യം ചെന്ന് ആക്രമിക്കാറില്ല. ഞങ്ങൾ ഉപദ്രവിക്കാൻ വരില്ല, പക്ഷെ ഉപദ്രവിക്കാൻ വന്നാൽ വെറുതെ വിടില്ല. അതാണ് ഇന്ത്യയുടെ നയം. ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക വിഭാഗങ്ങളിലൊന്നാണ്. ബ്രഹ്മോസ് മിസൈലുകളും റാഫേൽ യുദ്ധവിമാനങ്ങളും ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഇന്ത്യയുടെ സൈനികരുടെ കരുത്തും ഏതൊരു ശത്രുവിനെയും വിറപ്പിക്കുന്നതാണ്. പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൂട്ടായ്മയോ ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ ആ യുദ്ധം ഇന്ത്യയുടെ അതിർത്തികളിൽ ഒതുങ്ങില്ല. ഇന്ത്യയുടെ പ്രത്യാക്രമണം എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നീക്കങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പലരുടെയും ഉറക്കം കെടുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഇസ്ലാമിക സഖ്യത്തിന്റെ പേരിൽ ബംഗ്ലാദേശ് ചെയ്യുക എന്തായിരിക്കുമെന്നറിയാവോ? IMFലോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയിലോ ഒക്കെ ഇന്ത്യക്കെതിരെ വെറുതെ ചില പ്രസ്താവനകൾ ഇറക്കാം. OIC മീറ്റിങ്ങുകളിൽ ഇന്ത്യയെ വിമർശിക്കാം. അതിൽ കവിഞ്ഞ് ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ചേർന്ന് തോക്കും പിടിച്ച് യുദ്ധത്തിനിറങ്ങാൻ ബംഗ്ലാദേശിലെ ഒരു പട്ടാളക്കാരനും ധൈര്യപ്പെടില്ല. കാരണം അവർക്ക് സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പാണ് വലുത്. ഇന്ത്യയുമായുള്ള ബന്ധം തകർത്താൽ ബംഗ്ലാദേശിന്റെ കഥ കഴിയുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി നമുക്ക് ഈ ഇസ്ലാമിക നാറ്റോയിലെ പ്രധാനി എന്ന് അവർ അവകാശപ്പെടുന്ന തുർക്കിയുടെ കാര്യം നോക്കാം. തുർക്കി പ്രസിഡന്റ് വലിയ വലിയ വർത്തമാനങ്ങളും പ്രസ്താവനകളും ഇറക്കാറുണ്ട്. പക്ഷെ സുഹൃത്തുക്കളെ, യഥാർത്ഥ കളി വരുമ്പോൾ ഈ തുർക്കി എവിടെ നിൽക്കുമെന്ന് ലോകത്തിന് നന്നായി അറിയാം. സ്വന്തം തൊട്ടടുത്തുള്ള മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളിൽ പോലും ഇടപെടാൻ മടിക്കുന്നവരാണ്. പാകിസ്ഥാനെയും കൂട്ടി ഇന്ത്യക്കെതിരെ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ചിരി മാത്രമേ വരികയുള്ളൂ. കാരണം തുർക്കി എന്ന് പറയുന്ന രാജ്യം അവരുടെ സ്വന്തം സാമ്പത്തിക പ്രതിസന്ധിയിലും നാണ്യപ്പെരുപ്പത്തിലും പെട്ട് വലയുകയാണ്.
സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന ഭരണകൂടമാണ് മറ്റ് രാജ്യങ്ങളെ സഹായിക്കാനും ഇന്ത്യയോട് യുദ്ധം ചെയ്യാനും ഇറങ്ങുന്നത്. പേപ്പറിൽ എന്തൊക്കെ ഒപ്പുവെച്ചാലും ഇന്ത്യയുടെ മുന്നിൽ വന്ന് ഏത് വമ്പന്മാർ കളിച്ചാലും ഫലം ഒന്നു തന്നെയായിരിക്കും, പതനം ഉറപ്പ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിക നാറ്റോയിലെ മറ്റൊരു സാമ്പത്തിക ശക്തിയായ സൗദി അറേബ്യയെ കുറിച്ചാണ്. പാകിസ്ഥാനും തുർക്കിയും ഒക്കെ പറയുന്ന വലിയ വലിയ വീരവാദങ്ങൾ കേട്ട് സൗദി അറേബ്യയും ഇന്ത്യക്കെതിരെ ചാടി പുറപ്പെടുമെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. സൗദി അറേബ്യ എന്ന് പറയുന്നത് വെറും ഒരു വികാരത്തിന്റെ പുറത്ത് നയതന്ത്രം കളിക്കുന്ന രാജ്യമല്ല. അവർക്ക് സ്വന്തം രാജ്യത്തിന്റെ ഭാവിയും സാമ്പത്തിക വളർച്ചയുമാണ് വലുത്. വിഷൻ 2030 പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സൗദിക്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒരാളാണ് ഇന്ത്യ. ഇന്ത്യയുമായി കോടിക്കണക്കിന് ഡോളറിന്റെ വ്യാപാര ബന്ധമാണ് സൗദി അറേബ്യയ്ക്കുള്ളത്. എണ്ണക്കച്ചവടം മുതൽ സാങ്കേതിക വിദ്യയും സുരക്ഷയും വരെ നീളുന്ന തന്ത്രപരമായ പങ്കാളിത്തം. ഏതെങ്കിലും കടലാസ് കരാറിന്റെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തുന്ന പൊള്ളയായ അവകാശവാദങ്ങളുടെയോ പുറത്ത് സൗദി അറേബ്യ ഇന്ത്യയെ പിണക്കാൻ നിൽക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നാണ് അർത്ഥം. സൗദി അറേബ്യയെ സംബന്ധിച്ച് ഈ കരാറുകളൊക്കെ അവരുടെ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സുരക്ഷയ്ക്കും നയതന്ത്ര സ്വാധീനത്തിനും വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാതെ ഇന്ത്യയെ പോലൊരു സൂപ്പർ പവറുമായി ശത്രുതയിലാകാൻ സൗദി ഒരിക്കലും തയ്യാറാകില്ല. പാകിസ്ഥാൻ എന്ത് നുണ പ്രചരിച്ചാലും ഇന്ത്യയുടെ ആഗോള സ്വാധീനം എന്താണെന്ന് സൗദി ഭരണാധികാരികൾക്ക് കൃത്യമായി അറിയാം. പാകിസ്ഥാൻ വേറെ ആരെയും പറ്റി പറയണ്ട, ഇനി അടുത്തത് പാകിസ്ഥാനാണ്. സ്വന്തം രാജ്യത്ത് പട്ടിണിയും പരിവട്ടവുമായി നിൽക്കുന്നവരാണ് പുതിയ നാറ്റോയും ഉണ്ടാക്കി ഇന്ത്യയെ പേടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യത്ത് പണമില്ലാതെ ഭക്ഷണം പോലും വാങ്ങാൻ പൈസ ഇല്ലാതെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് കേട്ടാൽ ആർക്കാണ് ചിരി വരാത്തത്? IMFന്റെയും മറ്റു രാജ്യങ്ങളുടെയും മുന്നിൽ ദിവസവും കൈനീട്ടി നിൽക്കുന്ന പാകിസ്ഥാൻ സർക്കാരിന് സ്വന്തം ജനങ്ങളെ ഊട്ടാൻ പോലും വകയില്ല. പിന്നെയാണ് ഇവർ മറ്റു രാജ്യങ്ങളെയും കൂട്ടി ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്നത്. ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തുനിഞ്ഞാൽ പിന്നെ ബാക്കിയുണ്ടാകുന്നത് പാകിസ്ഥാൻ എന്ന പേര് മാത്രമായിരിക്കാം എന്ന് ലോകത്തിനും നന്നായി അറിയാം. നമ്മുടെ ആർമിയുടെയും എയർഫോഴ്സിന്റെയും മുന്നിൽ നിൽക്കാൻ പാകിസ്ഥാന്റെ പക്കൽ എന്ത് ആയുധങ്ങളാണുള്ളത്? പഴയ കടമെടുത്ത വിമാനങ്ങളും സ്വന്തം രാജ്യത്ത് തന്നെ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ബംഗ്ലാദേശ് എന്ത് ചെയ്യുമെന്നതും അവർ എന്തുകൊണ്ട് നേരിട്ട് ഏറ്റുമുട്ടലിന് മുതിരാതെ മിണ്ടാതിരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നതുമാണ് ഒരു ചോദ്യം. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യം. ബംഗ്ലാദേശിന്റെ 3 വശവും ചുറ്റിക്കിടക്കുന്നത് ഇന്ത്യൻ മണ്ണും ഇന്ത്യൻ ആർമിയുമാണ്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ നടുവിലാണ് ബംഗ്ലാദേശിന്റെ സ്ഥിതി. അതുകൊണ്ട് ഇന്ത്യയുമായി നേരിട്ടൊരു സൈനിക സംഘർഷണത്തിന് മുതിർന്നാൽ ചുറ്റുമുള്ള 3 ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈന്യത്തിന് ശക്തമായ തിരിച്ചടിയെ നേരിടാൻ ബംഗ്ലാദേശിന് ഭൂമിശാസ്ത്രപരമായി സാധിക്കില്ല. രണ്ടാമതായി സാമ്പത്തികവും വിപണനപരവുമായ ആശ്രയത്വമാണ്. ബംഗ്ലാദേശിന് ആവശ്യമായ വൈദ്യുതി, ഇന്ധനം, ധാന്യങ്ങൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയുടെ വലിയൊരു പങ്ക് ഇന്ത്യയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇന്ത്യയുമായുള്ള അതിർത്തി വ്യാപാരം നിലച്ചാൽ അത് ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരുടെ ജീവിതത്തെയും പൂർണ്ണമായും തകർക്കും. സ്വന്തം രാജ്യത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടാൻ ഒരു ഭരണകൂടവും തയ്യാറാകില്ല. 3 പാകിസ്ഥാനുമായുള്ള ചരിത്രപരമായ അകലമാണ്. എന്തായാലും രാഷ്ട്രീയപരമായ ചില നയമാറ്റങ്ങൾ ഉണ്ടായാലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാനൊപ്പം ചേർന്ന് തോക്കെടുക്കാൻ ബംഗ്ലാദേശിലെ ജനങ്ങളും സൈന്യവും മാനസികമായി ഒരിക്കലും തയ്യാറാവില്ല. പാകിസ്ഥാനെ സന്തോഷിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയിലോ മറ്റ് അന്താരാഷ്ട്ര വേദികളിലോ വെറുതെ ചില പ്രസ്താവനകൾ ഇറക്കാനോ വിമർശിക്കാനോ ബംഗ്ലാദേശിന് കഴിഞ്ഞേക്കാം. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇന്ത്യയുമായി നേരിട്ടുള്ള യുദ്ധത്തിന് പോയാൽ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്നും അവർക്ക് നന്നായി അറിയാം. ചുരുക്കി പറഞ്ഞാൽ പേപ്പറിൽ ഒപ്പുവെക്കുന്ന സഖ്യങ്ങൾ എന്തുതന്നെയായാലും യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിച്ചാൽ ഇന്ത്യയുമായുള്ള ശത്രുത ബംഗ്ലാദേശിന്റെ കൂടി പതനത്തിന് കാരണമാകും എന്നതിനാൽ അവർ മിണ്ടാതിരിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.